പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്ത് കോവിഡ് വ്യാപനം മൂലമുള്ള ലോക്ഡൌണിനെ തുടർന്ന് സർക്കാർ ജോലിക്കാരല്ലാത്ത സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുടെയും സ്വകാര്യ മേഖലയിൽ ജോലിയെടുക്കുന്നവരുടെയും അതുപോലെ അസംഘടിത മേഖലയിൽ ജോലിയെടുക്കുന്നവരുടെയും വരുമാനം നിലയ്ക്കുകയും സാമ്പത്തിക പ്രയാസത്തിലാവുകയും ചെയ്തിരുന്നു. അതിഥി തൊഴിലാളികൾ നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടന്നു പോകേണ്ടി വന്നതും വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇങ്ങനെയുള്ളവർക്ക് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ നൽകാതിരുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ ബന്ധുവ മുക്തി മോർച്ച നൽകിയ കേസിൽ ഈ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ഡാറ്റാബേസ് ഇല്ലാത്തതാണ് സഹായം എത്തിക്കുവാൻ തടസ്സമെന്ന് വെളിപ്പെട്ടിരുന്നു. തുടർന്ന് ജസ്റ്റിസ് അശോക് ഭുവൻ, ജസ്റ്റിസ് MR ഷാ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് അസംഘടിത തൊഴിലാളികളുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും ദേശീയ തലത്തിലുള്ള വിവരശേഖരണം നടത്തി ഡാറ്റാബേസ് തയ്യാറാക്കണമെന്നത് അടക്കമുള്ള സുപ്രധാന വിധി വന്നത്. ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ 2021 ഓഗസ്റ്റ് 26 മുതൽ ഇശ്രം പോർട്ടലിൽ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെയും വിവിധ ആനുകൂല്യങ്ങൾ ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും ഇനി ലഭിക്കുക. അതിന്റെ വിശദ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്ന സുഹൃത്തുക്കൾ ഇത്തരം ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. കാരണം കോവിഡ് കാലത്ത് ജൻധൻ അക്കൗണ്ടുള്ള വനിതകൾക്ക് 500 രൂപ വീതം 3 മാസക്കാലം കേന്ദ്ര സർക്കാർ നൽകിയതുപോലുള്ള പുതിയതും നിലവിലുള്ളതുമായ പല ആനുകൂല്യങ്ങൾ ഇനി മുതൽ ലഭിക്കുന്നതിന് ഇശ്രം കാർഡ് ആവശ്യമായിട്ട് വരുന്നതാണ്. ഇശ്രം പദ്ധതിയിലൂടെ ഏകദേശം 47 കോടിയോളം വരുന്ന അസംഘടിത തൊഴിലാളികളെയാണ് ഡാറ്റാബേസിൽ ഉൾപ്പെടുത്തുന്നത്. ഇതിലൂടെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ, മറ്റ് സർക്കാർ ആനുകൂല്യങ്ങൾ എന്നിവ നേരിട്ട് ഇവരിലേക്ക് എത്തിക്കുവാൻ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ ഗുണം. അസംഘടിത തൊഴിലാളികൾ ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സർക്കാർ ആരംഭിക്കുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതികൾക്കായി പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും 365 ദിവസത്തേക്ക് പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന അഥവാ PMSBY പ്രകാരം അപകട ഇൻഷുറൻസ് പരിരക്ഷ നൽകും. അപകട മരണത്തിനും സ്ഥിരമായ അംഗവൈകല്യത്തിനും 2 ലക്ഷം രൂപയും ഭാഗിക വൈകല്യത്തിന് 1 ലക്ഷം രൂപയും തൊഴിലാളികൾക്ക് നൽകുന്നതായിരിക്കും. സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക മാത്രമല്ല, മഹാമാരികൾ അല്ലെങ്കിൽ പ്രളയം പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അർഹരായ എല്ലാ അസംഘടിത തൊഴിലാളികളെയും സഹായിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആശ്രയിക്കുക ഇശ്രം പോർട്ടലിനെയാവും. ഈ പോർട്ടൽ കുടിയേറ്റ തൊഴിലാളികളുടെ ട്രാക്ക് റെക്കോർഡ് സൂക്ഷിക്കുവാൻ സഹായിക്കുകയും അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും. തൊഴിലാളികൾക്ക് ഇശ്രം പോർട്ടലിൽ സൗജന്യമായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷനായി അധിക ചാർജുകളൊന്നും നൽകേണ്ടതില്ല. ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി പറയുന്ന രീതിയിൽ വളരെ ലളിതമായി തന്നെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ്. ഒന്നാമതായി ഇശ്രം പോർട്ടലിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.isram.gov.in എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. ഏത് ഇന്റർനെറ്റ് ബ്രൗസർ ഉപയോഗിച്ചും ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. രണ്ടാമതായി രജിസ്റ്റർ ഓൺ ഇശ്രം എന്ന വിഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളെ ഒരു പുതിയ പേജിലേക്ക് തിരിച്ചുവിടും. മൂന്നാമതായി സ്വയം രജിസ്റ്റർ ചെയ്ത ഓപ്ഷനിൽ നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ നൽകുക. അടുത്ത ഘട്ടം എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ EPFO അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ ESIC എന്നിവയിൽ അംഗങ്ങളാണ് എങ്കിൽ ഇത് സംബന്ധിച്ച ആവശ്യമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ശേഷം OTP അയക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത ഘട്ടം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കുവാൻ നിങ്ങളുടെ ബാങ്ക് വിശദാംശങ്ങൾ നൽകുവാൻ ആവശ്യപ്പെടും. അവ കൃത്യമായി നൽകുക. ശേഷം ലഭിക്കുന്ന രേഖയുടെ പ്രിന്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കേണ്ടതാണ്. തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ദേശീയ ടോൾ ഫ്രീ നമ്പറായ 14434 എന്ന നമ്പറിൽ വിളിച്ചാൽ ഇശ്രം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മറ്റു ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും ജില്ലാ ഭരണകൂടങ്ങളും പഞ്ചായത്തുകളും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പുകൾ വഴിയും നിങ്ങൾക്ക് വളരെ ഈസിയായി ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ, കുടിയേറ്റ തൊഴിലാളികൾ എന്നിവർ സാമ്പത്തിക സുരക്ഷിതത്വം ഇല്ലാത്ത വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇവരിലേക്ക് സർക്കാർ ആനുകൂല്യം എത്തിക്കുവാനും കൂടുതൽ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനും ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണം. എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ ഏതു ഭാഗത്തു നിന്നും ഇവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാൻ ഭരണകൂടത്തിന് കഴിയുകയും ചെയ്യും. അതിനാൽ തന്നെ അസംഘടിത തൊഴിലാളികൾക്ക് ഭാവിയിൽ ഏറെ ഗുണം ചെയ്യുന്നത് തന്നെയാകും ഇശ്രം പദ്ധതി. കേരള സംസ്ഥാനത്ത് അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന 1 കോടിക്കടുത്തു വരുന്ന തൊഴിലാളികളെ ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം.
അതിനാൽ സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലുള്ള 16 ക്ഷേമനിധി ബോർഡുകളിലും അംഗങ്ങളായിട്ടുള്ള അസംഘടിത തൊഴിലാളികളെ രജിസ്റ്റർ ചെയ്യിക്കുന്നതിന് അതത് ബോർഡ് പരിശ്രമിക്കണമെന്ന് തൊഴിൽ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ശ്രമം നിലവിൽ വന്നാൽ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് തടസ്സമാകുമെന്ന ആശങ്ക വേണ്ട. നിർമ്മാണ തൊഴിലാളികൾ, ഗാർഹിക തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, സ്വയം തൊഴിലിൽ ഏർപ്പെട്ടിട്ടുള്ളവർ, ആശാവർക്കർമാർ, അംഗൻവാടി വർക്കർമാർ, അസംഘടിത മേഖലയിലുള്ള തോട്ടം തൊഴിലാളികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി അസംഘടിത മേഖലയിലുള്ള 16നും 59 വയസ്സ് പ്രായത്തിനും മധ്യേയുള്ള ESI ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ലാത്തവരും ആദായ നികുതി പരിധിയിൽ വരാത്തവരുമായ എല്ലാ തൊഴിലാളികൾക്കും ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ആധാർ ബന്ധപ്പെടുത്തിയ മൊബൈൽ നമ്പർ, ദേശസാൽകൃത ബാങ്ക് നൽകിയിട്ടുള്ള പാസ്ബുക്ക് എന്നിവ ഉപയോഗിച്ചാണ് ഈ ശ്രം രജിസ്ട്രേഷൻ നടത്തേണ്ടത്. അക്ഷയ സെന്ററുകൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയും അതുപോലെ ജില്ലാ ഭരണകൂടങ്ങളും പഞ്ചായത്തുകളും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പുകൾ വഴിയും വളരെ ഈസിയായി തന്നെ ഈ ശ്രം പോർട്ടലിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അക്ഷയ സെന്ററുകൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവിടങ്ങളിൽ പൂർണ്ണമായും സൗജന്യമായാണ് ഈ രജിസ്ട്രേഷൻ നടത്തുക. ഇതിനു വേണ്ടുന്ന ചെലവ് തുകയായ 20 രൂപ കേന്ദ്രമാണ് വഹിക്കുന്നത്. ഈ ശ്രം പോർട്ടലിലേക്കുള്ള രജിസ്ട്രേഷൻ 2021 ഡിസംബർ 31 പൂർത്തിയാക്കേണ്ടതാണ്. ഈ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഈ ശ്രം കാർഡ് രാജ്യമെമ്പാടും സ്വീകരിക്കുന്നതാണ്. ഈ ഇൻഫോർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.